ഡോക്ടർ ജിൻഡോ, ഇനി ഒരു ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാകാം പാർലമെന്റിൽ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രത്യേക സമ്മേളനം വിളിച്ച് വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ ഭരണപക്ഷം തീരുമാനിച്ചതിന് പിന്നിലുള്ള കാര്യകാരണങ്ങൾ? അതിനെക്കുറിച്ച് പ്രതിപക്ഷം ആകുലപ്പെടുന്നുണ്ടോ? ഇത് സ്വാഭാവികമായും ഒരു രക്തസാക്ഷിത്വം വരിക്കുകയും അതോടൊപ്പം തന്നെ വനിതകൾക്കെതിരാണ് പ്രതിപക്ഷം എന്നത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കാനുമൊക്കെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ് എന്ന ഒരു വിലയിരുത്തലെങ്ങാനും പ്രതിപക്ഷത്തിനുണ്ടോ? മാത്രമല്ല, നമുക്കറിയാം ഈ ലോക്സഭയിലെ സീറ്റ് വർധന എന്നത് നേരത്തെ തന്നെ അവർക്കാം 2026 വരെ ഇത് മരവിപ്പിച്ചുകൊണ്ടാണ് 2023 വനിതാ സംവരണ ബിൽ പാസ്സാക്കിയപ്പോൾ അതിനെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ടാകാം. കാരണം 2026 വരെ ലോക്സഭയിലെ സീറ്റ് വർധന എന്നത് സാധ്യമാകാതിരുന്ന സാഹചര്യത്തിൽ കൂടിയാകാം. അങ്ങനെ പല കണക്കുകൂട്ടലുകളും വെച്ചു നടത്തിയ ഒരു നീക്കം എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും ഒരു ആശങ്ക പ്രതിപക്ഷത്തിനുണ്ടോ? ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ വനിതകളെ കൂടെ നിർത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കാം. വനിതാ സംവരണത്തെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന വ്യാഖ്യാനം ചമച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രതിപക്ഷം സജ്ജമായിരിക്കേണ്ട സമയമാണെന്ന് കരുതുന്നുണ്ടോ ഡോക്ടർ ജിൻഡോ? അല്ല, ഗോപി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിപക്ഷം സജ്ജരായിരിക്കുക എന്നുള്ളത് നമ്മളെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്ത്. അത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളിൽ 12 വർഷമായിട്ട് നമ്മൾ കൃത്യമായി സജ്ജരായി തന്നെ തെരുവിൽ സമരം ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തെ അടിച്ചമർത്താൻ ഇവരെല്ലാ വിധത്തിലും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം സമ്മതിച്ചു. എന്തായാലും റെജി ലൂക്കോസും BJPയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള താഴെത്തട്ടിൽ വരെയുള്ള BJPയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട പ്രാവശ്യം കേന്ദ്ര സർക്കാർ BJP പരാജയപ്പെട്ടു. ഇന്ത്യ മുന്നണിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇന്ത്യ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ടെന്ന് BJPക്ക് ഇപ്പോൾ പറഞ്ഞത് ഗോപി ശരിയാവണ്ണം ഇപ്പോൾ എന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വാചകം പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും BJP ബില്ല് അവതരിപ്പിച്ചുവെന്നാണ്. റെജു ലൂക്കോസിനോട് ഒരു ചോദ്യം നേരിട്ട് ചോദിക്കുക, പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തിനാ ഈ ബില്ല് അവതരിപ്പിച്ചത്? അതൊരു ബുദ്ധിശൂന്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അല്ലെങ്കിൽ ബില്ലിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? പ്രതിപക്ഷത്തിന് കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു ബില്ലല്ലേ അവതരിപ്പിക്കേണ്ടിരുന്നത്? അപ്പോൾ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു ബില്ല് നിങ്ങൾ അവതരിപ്പിച്ചെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ബുദ്ധിശൂന്യത, അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗിമ്മിക്ക്, നിങ്ങൾക്ക് വനിതകളോട് ഒരു സ്നേഹവും ഉണ്ടായിട്ടല്ല, നിങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാൻഡ മെഷീനറി ആയിട്ട് ഈ ബില്ലിനെയും കണ്ടു. ഇനി എൻ്റെ ചോദ്യം, 50% വർധനവ് കൊടുക്കാമെന്ന് അമിത്ഷാ പറഞ്ഞു. അമിത്ഷാ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ 2 വിഭജിക്കുന്ന അത്രയും ഭൂരിപക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്നേ. അതുകൊണ്ട് അമിത്ഷാ പറയുന്നത്, നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ 50% വെച്ച് എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ സീറ്റ് വർധനവ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്തുകൊണ്ട് അത് ബില്ലിൽ ഉൾപ്പെടുത്തിയില്ല? അതിൻ്റെ അർത്ഥം നിങ്ങൾ യാതൊരു പഠനവും നടത്താതെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തോന്നിവാസം പോലെ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നാണോ? അപ്പോൾ നിങ്ങളുടെ ബുദ്ധിശൂന്യത രണ്ടാമത്തത്. അടുത്തത് ഞങ്ങളുടെ ചോദ്യം വാലിഡായിട്ടൊരു ചോദ്യം നിലനിൽക്കുകയാണ്. 543 എന്തുകൊണ്ട് 33% വനിതാ സംവരണം ഉറപ്പാക്കുന്നില്ല? ആ ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. കെട്ടിയ ഭാര്യയെ പാതിരാത്രിക്ക് ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ഒരു പഴയ BJP RSS നേതാവുണ്ട്. അതേ നയപരിപാടി തന്നെയാണ് ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്നതും. 543 നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ 33% വനിതാ സംവരണം നടപ്പാക്കാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്, നിങ്ങളുടെ വഞ്ചനയാണ്, നയവഞ്ചനയാണ്. ഇനി നിങ്ങൾ പറയുന്നു എന്തിനാണ് ഭയക്കുന്നതെന്ന്. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ള ഡിവൈഡ് ഉണ്ടോ എന്ന്? ഉണ്ട് റെജി ലൂക്കോസെ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വിടുന്ന ഹെലികോപ്റ്ററിന് വാടക ചോദിക്കുകയും തരുന്ന അരിയുടെ പണം മേടിക്കുകയും ഒക്കെ ചെയ്യുന്നത്? മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത രീതിയിലുള്ള ചിറ്റമ്മ നയം നമ്മളോട് രാഷ്ട്രീയമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ BJP നയപരിപാടിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പൊ കൃത്യമായിട്ട് ആ ഡിവൈഡ് ഉണ്ടെന്നേ. മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും അവർക്ക് ഏതെങ്കിലും അർഹതപ്പെട്ട വിഹിതം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ എന്തിൻ്റെങ്കിലും പേരിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്ത് വന്നതിന് ശേഷം കൊണ്ടുവന്ന നിയമങ്ങളും ബില്ലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ ബില്ലുകളും നിയമങ്ങളും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വിവരാവകാശം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനാവകാശ നിയമം, ഭക്ഷ്യ സുരക്ഷാ നിയമം, ഫെയർ കോമ്പൻസേഷൻ ആക്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഒരുപോലെ ബാധകമായിട്ടുള്ള നല്ല നിയമങ്ങൾ കൊണ്ടുവന്ന UPA സർക്കാരിന് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് നടപ്പാക്കിയ നിയമങ്ങളൊന്നും നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.